ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമ്പക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമിൻ്റെ റിസൾട്ട് വന്നിട്ടൊരു 2-3 മാസമായി. അപ്പോൾ അതിൻ്റെ റിവാല്യൂഷന് കൊടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ റിവാല്യൂഷൻ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടുള്ളത് SDE വിദ്യാർത്ഥികളുടെ റിവാല്യൂഷൻ റിസൾട്ട് ഓഫ് സെക്കൻഡ് സെമിസ്റ്റർ SDE CU CB CSS BCom BBA 2017-18 അഡ്മിഷനും അതേപോലെ 2019 അഡ്മിഷൻ ഓൺവേർഡ്സും റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ മറ്റുള്ള SDൻ്റെ ഒക്കെ മറ്റുള്ള കോഴ്സുകളുടെതൊക്കെ വരാനുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ റിവാല്യൂഷൻ റിസൾട്ടിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ റിവാല്യൂഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒന്നിരിക്കെ ഗ്രേഡ് ചേഞ്ച് കാണിക്കാം, അല്ലെങ്കിൽ നോ ചേഞ്ച് കാണിക്കാം. നോ ചേഞ്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ യൂണിവേഴ്സിറ്റിക്ക് നമ്മളത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. റിസൾട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഫൈന് വരുന്നതായിരിക്കും. പിന്നെ അത് പിന്നീടാവും ഫൈന് വരിക. അപ്പോൾ റിസൾട്ട് വന്ന് ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളൊരു റിക്വസ്റ്റ് ലെറ്റർ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കണം. അപ്പോൾ അത് ഒന്നിരിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചോദിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയാം. അല്ലെങ്കിൽ അതിന് ഇന്ന പർട്ടിക്കുലർ ഫോർമാറ്റൊന്നും ഇല്ല. ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ യൂണിവേഴ്സിറ്റീൻ്റെ അഡ്രസ്സിലേക്ക് ഇങ്ങനെ ഇന്ന സെമിസ്റ്റർ എഴുതി, അപ്പോൾ അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പേരൊക്കെ ചേർത്ത്, കോളേജിൻ്റെ പേരൊക്കെ ചേർത്തിട്ട്, അല്ലെങ്കിൽ സെൻറ്ററിൻ്റെ പേരൊക്കെ ചേർത്തിട്ട് ഇവിടെ ഇന്ന ഗ്രേഡിൽ നിന്ന് ഇന്ന ഗ്രേഡിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് റിസൾട്ടിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടൊരു ലെറ്റർ അയച്ചാൽ മതി.